നമസ്കാരം. കേരളം മുഴുവൻ കോങ്ങാട് അകാലത്തിൽ പൊലിഞ്ഞ ആ കൊച്ചു കുട്ടികളുടെ കുടുംബാംഗങ്ങളുടെ വേദനക്കൊപ്പമാണ്. ഹൃദയമുള്ള ആർക്കും കണ്ടു നിൽക്കാൻ ആവാത്ത കാഴ്ചയാണ് അവിടെ കണ്ടത്. ആ മാതാപിതാക്കൾക്ക് ഈശ്വരൻ കരുത്തു പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു ചിന്തയ്ക്ക് കൂടി വഴിവെക്കുന്നതാണ് ഈ അപകടം. ഇന്ത്യൻ പാർലമെൻറ്റിലും കേരള നിയമസഭയിലുമൊക്കെ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിട്ട് ഏതാണ്ട് 2 വർഷമായി. എന്നിട്ടും ആ അപകട വളവ് നിവർത്താനുള്ള അല്ലെങ്കിൽ അപകട സാധ്യത ഇല്ലാതാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ ഗൗരവതരമായിട്ട് കാണേണ്ട ഒരു വസ്തുതയാണ്. ദേശീയപാതയിലെ ആ ബ്ലൈൻഡ് സ്പോട്ട്, കാരണം ഒരു പ്രത്യേക അപകടമുണ്ടാകുന്ന ചില പ്രദേശങ്ങളെ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് ദേശീയപാത അതോറിറ്റി, ലോകമെമ്പാടും എല്ലാ ദേശീയപാത അതോറിറ്റികളും അതിനെ പ്രത്യേകമായിട്ട് നിർവചിക്കുന്നത്. ആ ബ്ലൈൻഡ് സ്പോട്ടിന് പരിഹാരം കാണണം എന്ന് ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി ദേശീയപാത അതോറിറ്റിയുടെ ചെയർമാന് നിർദ്ദേശം നൽകിയിട്ട് 2 വർഷമായി എന്നാണ് സ്ഥലം MP പറയുന്നത്. പക്ഷെ നടപടി ഉണ്ടായില്ല. കേരള സർക്കാർ ഇക്കാര്യത്തിൽ പിന്നീട് എന്ത് ഫോളോ അപ്പ് ചെയ്തു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ദേശീയപാത അതോറിറ്റി നടപടിയെടുത്തില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യം വീണ്ടും കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയോ? ബഹുമാന്യനായിട്ടുള്ള കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിജി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹം കേരളത്തിലെ റോഡ് വികസന കാര്യത്തിൽ ഇത്രയേറെ പിന്തുണച്ചിട്ടുള്ള അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഏത് MPക്കും സംസ്ഥാനത്തെ ഏത് ജനപ്രതിനിധിക്കും എപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന ഒരാൾ കൂടിയാണ് ശ്രീ നിതിൻ ഗഡ്കരി. ഈ അപകടമുണ്ടായ ദിവസം തന്നെ അദ്ദേഹം അന്ന് രാവിലെ ലോക്സഭയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയും ഇത് രണ്ടും വ്യക്തമാക്കുന്നതാണ്. രാജ്യത്തെ റോഡപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ആശങ്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് പ്രതിവർഷം 1.78 ലക്ഷം ജീവനുകൾ ഈ രാജ്യത്ത് റോഡിൽ അവസാനിക്കുന്നു എന്നാണ്. 70% അതിൽ ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, റോഡപകടങ്ങളിൽ ഇന്ത്യയിൽ 3-ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. 4010 പേരാണ് 2023 കേരളത്തിൽ റോഡപകടത്തിൽ മരിച്ചത്. 2023 മുതൽ ജനുവരി 1 മുതൽ 2024 ഓഗസ്റ്റ് വരെ ഉള്ള കണക്കെടുത്താൽ 6534 പേർ, അത്രയും പേരാണ് റോഡപകടങ്ങളിൽ കേരളത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നലെ കേരളത്തിലെ ഗതാഗത മന്ത്രി പറയുന്നത് കേട്ടു, കോങ്ങാട് എൻ്റെ വിഷയമല്ല, പൊതുമരാമത്ത് വകുപ്പിൻ്റെതാണ്. ഇങ്ങനെ സ്വന്തം അല്ലെങ്കിൽ കൈയൊഴിയുന്ന ഒരു സമീപനം, ആ കൈയൊഴിയുന്ന സമീപനം അതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം. റോഡ് സുരക്ഷാ ഫണ്ട് വിനിയോഗിക്കുന്നത് മോട്ടോർ വാഹന വകുപ്പാണ് എന്ന് മന്ത്രി മറന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആലപ്പുഴയിൽ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ടുള്ള 6 പേർ, നാട്ടികയിൽ റോഡരികിൽ കിടന്നുറങ്ങിയിരുന്ന 5 സഹോദരന്മാർ, ഇവരെല്ലാവരും മരിച്ചത് ഈ ഒരു മാസത്തിനിടയിലാണ്. ദേശീയപാതയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കണം, പക്ഷേ റോഡ് സുരക്ഷ എന്നുള്ളത് അത് ഉറപ്പാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല. തൃശ്ശൂരിൽ വഴിയരികിൽ കിടന്നുറങ്ങിയ ആളുകളുടെ ശരീരത്തിൽ ലോറി പാഞ്ഞു കയറിയത് ഡ്രൈവർ മദ്യപിച്ചിരുന്നതിനാലാണ്. വടകരയിൽ നിന്ന് മദ്യപിച്ച് വാഹനമോടിച്ച് തൃശ്ശൂർ എത്തുന്നത് വരെ വഴിയിൽ ഒരു സ്ഥലത്തും പരിശോധന ഉണ്ടായില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ മദ്യപിച്ച ആളുകൾ വടകരയിൽ നിന്ന് മദ്യപിച്ച് തൃശ്ശൂർ വന്നിട്ട് ഈ അപകടം ഉണ്ടായത്. ഇപ്പോഴുണ്ടായ അപകടത്തിലും ഒരു മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ ലോറി വന്ന് ഈ ലോറിയിൽ ഇടിച്ചു എന്നാണ് പറയുന്നത്. ആ ലോറി അമിത വേഗത്തിലായിരുന്നോ? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? സേഫ് കേരള സ്ക്വാഡ് എന്നുള്ള പേരിൽ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം കൊടുത്ത് വെച്ചിരിക്കുന്ന ആളുകൾ അവരെവിടെയാണ്? അവരുടെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എവിടെയാണ്? RTO, സബ് റീജിയണൽ
ട്രാൻസ്പോർട്ട് ഓഫീസ് എന്നിവിടങ്ങളിലൊക്കെ മോട്ടോർ വാഹന ഇൻസ്പെക്ടർമാരും അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരും ഒക്കെ അങ്ങനെയുള്ള ആളുകൾ ദിവസവും 6 മണിക്കൂറെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടി നടത്തണം എന്നുള്ള ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂറിയുടെ ശുപാർശ, ആ ശുപാർശ നടപ്പാക്കാത്തത് എന്താണ്? 232 കോടി രൂപ മുടക്കി നമ്മുടെ സർക്കാർ റോഡുകൾ നിറയെ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ? ക്യാമറകളുടെ നേരെ കൺമുന്നിൽ നടക്കുന്ന നിയമലംഘനങ്ങൾ, ആ നിയമലംഘനങ്ങളിൽ എന്ത് നടപടിയെടുക്കുന്നു എന്നറിയാൻ കേരളത്തിന് അവകാശമില്ലേ? ലോറികളിൽ സ്പീഡ് ഗവർണർമാർ ഉണ്ട് എന്ന് പറയുന്നു. ആരാണ് അത് ഉറപ്പാക്കുന്നത്? പലരും അത് ഊരിയിട്ടിട്ടാണ് ഈ അമിത വേഗത്തിൽ ഓടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അനാസ്ഥകളാണ് റോഡ് അപകടങ്ങൾ കൂടുന്നതിന് കാരണമെന്ന് പറയാതെ വയ്യ. അതോടൊപ്പം റോഡിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് വാഹനം ഓടിക്കുന്നവരുടെ മനോഭാവവും ഇതിൽ പ്രധാനമാണ്. എല്ലാ കാര്യത്തിലും പാശ്ചാത്യ രാജ്യങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ സ്വീഡൻ, ഓസ്ട്രേലിയ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളെ നമ്മൾ ഈ കാര്യത്തിൽ മാതൃകയാക്കേണ്ടതാണ്. അത് റോഡ് അപകടങ്ങൾ കുറക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ഉള്ള സർക്കാരുകളുടെ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളോട് പൗരന്മാരുടെ സഹകരണമാണ്, ആ സഹകരണമാണ് ആ രാജ്യങ്ങളുടെയൊക്കെ ശക്തി. വീട്ടിൽ നിന്ന് പോകുന്നവര് വഴിയരികിൽ പോകുന്നവർ ശവപ്പെട്ടിയിൽ വീട്ടിൽ വരുന്ന സാഹചര്യം, ആ സാഹചര്യം ഉണ്ടാകരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ട് 2 വർഷമായി. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരളത്തിൽ വീട്ടിൽ നിന്ന് കളിയും ചിരിയുമായിട്ട് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ പോലും ശവപ്പെട്ടിയിൽ മടങ്ങി വരുന്ന അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണുള്ളത്. നമുക്ക് ഒരുമിച്ച് പരിശ്രമിച്ചാൽ റോഡിലെ ഈ കുരുതി അവസാനിപ്പിക്കാം. അതിന് ഈ അപകടം കാരണമാകുമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത്, ആ 4 കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെട്ടത്, ആ നഷ്ടപ്പെട്ട ജീവൻ ഇനിയൊരു ജീവനും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമാകട്ടെ എന്ന് കൂടി ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.